ഇതൊന്നും സ്കൂളിൽ നിന്ന് പറഞ്ഞു തരാറില്ല. എങ്ങനെ പഠിക്കണം, പഠിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്, പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഒന്നും. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ മോട്ടിവേഷൻ തേടി പോകുന്നത്. കാരണം നമ്മുടെ വിചാരം എന്താ, നമുക്ക് പഠിക്കാൻ അറിയാം, പക്ഷെ മടി കാരണമാണ് നമ്മൾ പഠിക്കാത്തത് എന്നാണ്. പക്ഷെ എത്ര മോട്ടിവേഷൻ കിട്ടിയാലും ശരിയായ രീതിയിൽ പഠിക്കാൻ അറിയില്ലെങ്കിൽ ബുക്ക് നോക്കി ഒരുപാട് സമയം പോകുന്നല്ലാണ്ട് അതുകൊണ്ട് പ്രത്യേക ഉപകാരം ഉണ്ടാവില്ല, ഒന്നും നിങ്ങളെ തലയിൽ കയറില്ല. ഞാൻ BS വാര്യർ സർ എഴുതിയ ലേൺ ഫാസ്റ്റർ ലേൺ ബെറ്റർ എന്ന് പറഞ്ഞ ഈ പുസ്തകം വായിച്ചു. അപ്പൊ ഇതിൽ പഠിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന 2 മെത്തേഡുകൾ, 4R മെത്തേഡും SQ3R മെത്തേഡും പറയുന്നുണ്ട്. ആക്ച്വലി ഇതിപ്പോ എവിടെയും വാങ്ങാൻ കിട്ടുന്നില്ല. ഞാൻ ഓൺലൈനിൽ എല്ലായിടത്തും തിരഞ്ഞു. ഇത് പബ്ലിഷ് ചെയ്ത DC ബുക്സിന്റെ സൈറ്റിൽ പോലും ഇപ്പോൾ ഇത് അവൈലബിൾ അല്ല. എനിക്കിത് കിട്ടിയത് ഒരു ലൈബ്രറിയിൽ നിന്നാണ്. എന്തായാലും ഞാൻ പഠിക്കുന്ന സമയത്ത് വായിക്കേണ്ടതായിരുന്നു. അന്ന് ഇത് എനിക്ക് കിട്ടിയില്ല, പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല. ഇനി ഇത് നിങ്ങൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. പഠിക്കുന്ന മെത്തേഡുകളിലേക്ക് വരാം. ആദ്യത്തേത് 4R മെത്തേഡ്. 4R എന്ന് പറഞ്ഞാൽ റീഡ്, റീകോൾ, റിഫ്ലക്ട്, റിവ്യൂ. ഓക്കെ, എന്താണെന്ന് വിശദമായി തന്നെ നോക്കാം. ആദ്യം പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ പോയിന്റും മനസ്സിലാക്കി വായിക്കുക എന്നത് തന്നെയാണ്. അതാണ് റീഡ്. പക്ഷെ വായിച്ചതല്ല നമ്മൾ ഓർത്തിരിക്കുവോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ റീകോൾ ചെയ്യണം. വായിച്ചു കഴിഞ്ഞ ഭാഗം ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. കഴിയുന്നില്ലെങ്കിൽ അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. 4R മെത്തേഡിൽ അടുത്തത് വരുന്നത് റിഫ്ലക്റ്റ് ആണ്. നിങ്ങൾ വായിച്ചത് അപ്പോൾ തന്നെ ഓർക്കാൻ നോക്കുമ്പോൾ മേ ബി നിങ്ങൾ കൊണ്ട് അത് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളത് നിങ്ങളുടെ ഫ്രീ ടൈമിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുകയും വേണം. കാരണം നമ്മൾ വായിക്കുന്നതൊക്കെ മിക്കവാറും നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിലാണ് സ്റ്റോർ ആവുന്നത്. ഈ ഷോർട്ട് ടൈം മെമ്മറിയിൽ സ്റ്റോർ ആവുന്നതൊന്നും നമുക്ക് കൂടുതൽ കാലം ഓർത്തിരിക്കാൻ കഴിയില്ല. അത് കാലം പോകുന്നതിനനുസരിച്ച് അത് മറന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് നമുക്ക് ലോങ് ടൈം മെമ്മറിയിലേക്ക് ഈ നോളേജ് ഒക്കെ സ്റ്റോർ ആക്കണം. അതിന് പറ്റിയ നല്ലൊരു വഴിയാണ് നമ്മൾ പഠിച്ചതിനെ കുറിച്ച് ഇങ്ങനെ ഇടയിൽ ആലോചിക്കുന്നത്. ഇനി 4R മെത്തേഡിൽ അവസാനം വരുന്നത് റിവ്യൂ ആണ്. റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കുറച്ച് കാലങ്ങൾക്ക് കഴിഞ്ഞിട്ടൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ പലതും ഓർക്കാൻ കഴിയില്ല, മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഒന്നും വിഷമിക്കേണ്ട, ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടെ മറിച്ച് നോക്കുന്നതിലൂടെ നമുക്ക് അതൊക്കെ റിഫ്രഷ് ആക്കാവുന്നതാണ്. എല്ലാം നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയും. ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സംശയം, ഇങ്ങനെയാണെങ്കിൽ എക്സാം തലേന്ന് പഠിക്കുന്നതല്ലേ നല്ലത്, എന്തിനാണ് ഡബിൾ വർക്ക് എടുക്കുന്നത്? അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: ആദ്യമായിട്ട് എന്തെങ്കിലും പഠിക്കുന്നതാണോ അതോ പഠിച്ചു കഴിഞ്ഞ കാര്യം തന്നെ വീണ്ടും പഠിക്കുന്നതാണോ? ഏതാണ് നമുക്ക് പഠിക്കാൻ എളുപ്പം? പഠിച്ചാൽ തന്നെ വീണ്ടും പഠിക്കാനല്ലേ? അതാ പറയുന്നത്. ഇരട്ടി മാർക്കിനാണെങ്കിൽ ഇരട്ടി വർക്ക് എടുക്കേണ്ടി വരും. ഇത് നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ആവില്ല. എക്സാം തലേന്ന് 10-20 മണിക്കൂർ എടുത്ത് എല്ലാ പാഠം കൂടി ഒരുമിച്ച് പഠിക്കുന്നതിനെക്കാട്ടി എത്രയോ എളുപ്പമാവും. അന്നാന്ന് എടുക്കുന്ന പാഠം അന്നാന്ന് തന്നെ 1-2 മണിക്കൂർ മാത്രം എടുത്ത് പെട്ടെന്ന് പഠിച്ച് തീർക്കുന്നത്. പിന്നെ ആ ആഴ്ച അവസാനം എല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി എന്താണ് SQ3R മെത്തേഡ്? ഇത് 4R മെത്തേഡിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇഫക്റ്റീവ് ആണ്. നിങ്ങൾ ടയേർഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടുകാരുമായൊക്കെ വഴക്കിട്ടിരിക്കുമ്പോൾ പഠിക്കാൻ നോക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട പഠന രീതി മസിൽ റീഡിങ് എന്നതാണ്. ഈ മസിൽ റീഡിങ്ങിലും SQ3R മെത്തേഡിലും ഏകദേശം സെയിം സ്റ്റെപ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ SQ3R മെത്തേഡ് മനസ്സിലാക്കിയാൽ മതി. ടയേർഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ വാണ്ടർ ചെയ്തിരിക്കുമ്പോഴൊക്കെ പഠിക്കാൻ നോക്കുമ്പോൾ SQ3Rന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സർവേ, റീഡ്, റിസൈറ്റ്, റിവ്യൂ. ആദ്യം സർവേ എന്താണെന്ന് നോക്കാം. പേര് പറയുന്ന പോലെ തന്നെയാണ്, സർവേ ചെയ്യലാണ്, വായിക്കലല്ല. ഹെഡിങ്, സബ് ഹെഡിങ്, ഗ്രാഫ്, എന്തെങ്കിലും പിക്ചറുകളൊക്കെ ഉണ്ടെങ്കിൽ അത്, സമ്മറി തുടങ്ങിയതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വായിച്ചു പോവുക. അപ്പൊ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. ചിലതൊക്കെ ആൾറെഡി അറിയാമെന്ന് തോന്നും, ചിലതിനോടൊക്കെ എനിക്ക് സംശയം തോന്നും. അങ്ങനെ നിങ്ങൾ പഠിക്കാനുള്ള ഒരു മൂഡിലേക്ക് കയറും. എന്നിട്ട് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം. ഇതൊക്കെ നമുക്ക് പിന്നീട് ഉപകാരപ്പെടും. ഇനിയാണ് വായിക്കേണ്ടത്. വായിക്കുമ്പോൾ നല്ല കോൺസെൻട്രേഷനോടെ വായിക്കണം. ആദ്യത്തെ വായനയിൽ ചിലപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഒന്നുകൂടെ വായിക്കണം. വെറുതെ വായിക്കുകയല്ല, വായിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു ഹൈലൈറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. എന്നിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത്, അതുപോലെ എക്സാമിന് എഴുതിയാൽ കൊള്ളാമെന്നൊക്കെ തോന്നുന്ന പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുകയോ അണ്ടർലൈൻ ചെയ്യുകയോ ചെയ്യണം. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് വായിക്കുന്നതൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനാണ്. എന്നിട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെങ്കിൽ നോട്ട്സ് എടുക്കണം. നോട്ട്സ് എടുക്കുമ്പോൾ എന്തായാലും നല്ല ഒരു ആക്റ്റീവ് പ്രോസസ്സാണ് നോട്ട്സ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ല ബോധത്തോടെ ഇരിക്കും, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും. ഈ മാത്സ് പോലത്തെ സബ്ജക്ട്സ് ഒരിക്കലും വെറുതെ നോക്കി പോകരുത്. അതൊക്കെ ചെയ്ത് തന്നെ പഠിക്കണം.
ആദ്യം നമ്മൾ സർവേ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ കിട്ടിയല്ലോ. അതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതും ഈ വായനാ സമയത്താണ്. അത് നമ്മുടെ പഠനം വളരെ എഫക്റ്റീവ് ആക്കും. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് പോലാത്ത മറ്റ് സോഴ്സുകളിലേക്ക് പോകാം. പഠനം എന്നത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒതുങ്ങണം എന്നൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ പഠനം പൂർണ്ണമാകുന്നത്. വായന കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ടത് റിസൈറ്റ്. വായിച്ചത് തന്നെ ഒന്നുകൂടെ ഉറക്കെ വായിക്കുക. ഒരിക്കലും ഞാനിത് എപ്പോഴും ചെയ്യാൻ സജസ്റ്റ് ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പഠിക്കാൻ മൂടില്ലാത്ത സമയത്ത്, നിങ്ങൾ ടയേർഡ് ആയിരിക്കുമ്പോൾ, പഠിച്ചൊന്നും തലയിൽ കയറാത്ത ഇരിക്കുമ്പോൾ സമയത്തൊക്കെ മാത്രം ഉറക്കെ വായിക്കുക. പാഠഭാഗം മൊത്തം വായിക്കണമെന്നൊന്നുമില്ല. ഒരു സമ്മറി പോലെ നിങ്ങളുടെ രീതിയിൽ പറഞ്ഞു നോക്കിയാലും മതി. കൂടുതൽ സമയം എടുക്കും എങ്കിലും അപ്പോൾ വായിക്കണമെന്നെങ്കിലും മനസ്സിൽ നിൽക്കും. കാരണം സാധാരണ വായിക്കാന്ന് പറഞ്ഞാൽ ഇതാ, ഈ ഒരു നോട്ടം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഉറക്കെ വായിക്കുമ്പോൾ നമ്മൾ പറയുന്നതോടൊപ്പം കേൾക്കുന്നുണ്ട്, കാണുന്നുമുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ വായിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ മനസ്സിൽ നിൽക്കും. ഇത് ചെയ്യാൻ വേറൊരു വഴിയും കൂടെയുണ്ട്. അതാണ് മോക്ക് ടീച്ചിങ്. നിങ്ങൾ പഠിക്കുന്ന കാര്യം നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന മാതിരി ഇമാജിൻ ചെയ്യുകയോ ചെയ്യുക. ഒരു ടീച്ചറാണ് ഏറ്റവും കൂടുതൽ പഠിക്കാമെന്ന് ഞാൻ എവിടെയോ വായിച്ചതായി ഓർക്കുന്നു. ഇത് നിങ്ങൾക്ക് തന്നെ ഒരു കണ്ണാടിക്ക് മുമ്പിലിരുന്ന് സ്വയം പഠിപ്പിക്കണ പോലെ തന്നെയും ചെയ്യാം. വളരെ എഫക്റ്റീവ് മെത്തേഡാണ്. ഇങ്ങനെ വായനയ്ക്ക് ശേഷം നമ്മൾ റിവ്യൂ ചെയ്യണം. പഠിച്ച ഭാഗങ്ങളൊന്ന് ഓർത്തു നോക്കണം. എന്നിട്ട് ക്ലിയർ അല്ലാത്ത ഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് എക്സാം തലേന്നൊന്നും അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ പഠന രീതി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ സമയമല്ല എക്സാം ടൈം. കുറച്ച് സമയം പിടിക്കും പുതിയ പഠന രീതിയിലേക്ക് എത്താൻ. നല്ല വിൽ പവർ വേണ്ടി വരും. സ്ക്രീനിൽ കാണുന്ന ഈ 2 വീഡിയോസ് കണ്ടു നോക്കൂ. മടി മാറ്റാനും നല്ല വിൽ പവർ ഉണ്ടാക്കാനും ഇത് നിങ്ങളെ വളരെയധികം സഹായിക്കും. താങ്ക് യു.